സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു താരമാണ് ഇപ്പോൾ രേണുസുതി. കൊല്ലം സുധിയെ പരിചയപ്പെട്ടതിനെക്കുറിച്ചും സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടുള്ള ഒരു അഭിമുഖം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. സുധിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്നും സംഭവം നടക്കുമ്പോൾ അവർക്ക് മറ്റൊരു ഭർത്താവും കുട്ടിയും ഉണ്ടായിരുന്നെന്നും രേണു പറഞ്ഞു. ശാലിനി എന്നായിരുന്നു അവരുടെ പേര്. നല്ലൊരു നർത്തകിയായിരുന്നു. എന്തുകൊണ്ടാണ് അവർ സുധിച്ചേട്ടനെയും കിച്ചുനെയും ഉപേക്ഷിച്ച് പോയതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കാനും തോന്നിയിട്ടില്ല. സുധിച്ചേട്ടനും മോനും എൻ്റേതാണെന്ന തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാം സംസാരിക്കാമെന്ന് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ചേട്ടന് വിഷമമാകുന്ന ഒന്നും സംസാരിക്കേണ്ട എന്നാണ് ഞാൻ മറുപടി നൽകിയത്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ സുധിച്ചേട്ടനും കിച്ചും എന്നോട് പറഞ്ഞിരുന്നു. അവർ നിയമപരമായി വിവാഹിതരായിരുന്നില്ല. സുധിയുടെ ആദ്യ ഭാര്യയോട് തനിക്ക് ദേഷ്യമൊന്നും ഇല്ലായിരുന്നുവെന്നും എന്നാൽ അവരെക്കുറിച്ച് പറയുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമില്ലായിരുന്നുവെന്നും രേണു കൂട്ടിച്ചേർത്തു. മരിച്ചവരെക്കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. സുധിച്ചേട്ടൻ്റെയും സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയുടെയും ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് രേണു പറഞ്ഞത്. ഒരിക്കൽ അവർ എനിക്ക് മെസ്സേജ് അയച്ചെന്നും രേണുവിനോട് എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചതായും പിണക്കമില്ല, സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ മറുപടി നൽകിയതായിട്ടും രേണു പറഞ്ഞിരുന്നു. എനിക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ വീഡിയോ കോൾ ചെയ്ത് ഹായും പറഞ്ഞു. എനിക്ക് അവരോട് യാതൊരു പിണക്കവുമില്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം സന്തോഷത്തോടെയാണ് ഞങ്ങൾ അന്ന് സംസാരം അവസാനിപ്പിച്ചത്. ഇത്രയൊക്കെയാണ് രേണുസുതി കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതേപോലെ സിനിമാ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയതും പഴയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.